making the memories. ആലപ്പുഴ ജില്ലയിൽ പ്രശസ്തമായ ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ പ്രമുഖ കരയായ കൈതവടക്ക് മുറിയിലാണ് താന്നിയിൽ ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. താന്നിയിൽ ഇല്ലത്തിൻ്റെ പരദേവതയാണ് താന്നിയിൽ ഭഗവതി. ഇല്ലത്തിൻ്റെ അവകാശികളാണ് ക്ഷേത്രപൂജയും പരിപാലനവും നടത്തിപ്പോരുന്നത്. താന്നിയിൽ ക്ഷേത്രവും ചെട്ടികുളങ്ങര ക്ഷേത്രവുമായി വിച്ഛേദിക്കാനാവാത്ത ബന്ധമാണുള്ളത്. ഇതിന് തെളിവാണ് ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ വിഗ്രഹവും താന്നിയിൽ ഭഗവതി ക്ഷേത്രത്തിലെ വിഗ്രഹവും ശാന്താട്ടക്കോല വിഗ്രഹം രണ്ടും ഒരുപോലെയാണ് ശാന്താട്ടം നടത്തുന്നത് രണ്ടിലും. അതേപോലെ തന്നെ ഉഗ്രരൂപിണിയാണ് രണ്ടു ഭാഗത്തും ഉള്ളത്. ചെട്ടികുളങ്ങരയിലുള്ളതും അതെ, താന്നിയിലില്ലത്തും ഉള്ളത് അതെ. കുംഭമാസത്തിലെ ചെട്ടികുളങ്ങര ഭരണി മഹോത്സവം അതിപ്രശസ്തമാണല്ലോ. ഇതോടനുബന്ധിച്ച് അമ്മയുടെ 13 കരയിലും ഉള്ള ഭക്തജനങ്ങൾ കെട്ടുകാഴ്ചകൾ അമ്മയ്ക്ക് സമർപ്പിക്കും. തേരാണ് പ്രധാന കെട്ടുകാഴ്ച. പ്രമുഖ കരയായ കൈതവടക്ക് തേര് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് താന്നിയിൽ ഇല്ലത്തിലും ക്ഷേത്രത്തിലുമായി പല ചടങ്ങുകളും അന്നദാന വഴിപാടുകളും പാരമ്പര്യമായി നടത്തിവരുന്നു. പ്രധാനമായും കഞ്ഞിസദ്യ എടുത്തു പറയേണ്ടതാണ്. പ്രകൃതിയോട് ഇണങ്ങിയാണ് ഇവിടെ കഞ്ഞിസദ്യ നടത്താറുള്ളത്. കഞ്ഞി കുടിക്കാനായി ഇരിപ്പിടം മെടഞ്ഞ ഓലയാണ്. ഓലക്കീറ് കൊണ്ടുണ്ടാക്കിയ വളയത്തിൽ വാഴയില വെച്ചാണ് കഞ്ഞി ഒഴിക്കുന്നത്. പ്ലാവില കൊണ്ടുള്ള തവിയുമാണ് ഈ കഞ്ഞി കോരി കുടിക്കാനായി ഉപയോഗിക്കാറ്. കഞ്ഞിക്കൊപ്പം അസ്ത്രം, മുതിരപ്പുഴക്ക്, മാങ്ങ അച്ചാറ്, അവൽ നനച്ചത്, ഉണ്ണിയപ്പം, പഴം, പപ്പടം എന്നിവയും ഉണ്ടാകും. ചെട്ടികുളങ്ങര അമ്മയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ ദേശത്തു നിന്നും വന്നിട്ടുള്ളതാണ് അമ്മയെന്നാണ് ഐതിഹ്യം. അമ്മ ചെട്ടികുളങ്ങര പ്രദേശത്തേക്ക് എത്തുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു അനുഗ്രഹം നൽകുക എന്നുള്ള വളരെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ്. ഈ സമീപ പ്രദേശമായ പൊയ്പ്പള്ളിക്കാരണ്ണ എന്ന പ്രദേശത്ത് ദർശനത്തിന് പോയ ഇവിടുത്തെ പ്രമാണിമാരായിട്ടുള്ള മുത്തശ്ശന്മാരെയൊക്കെ ഇവിടെ നിന്നും അവഹേളിച്ചിറക്കിപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവര് പിന്നീട് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രാർത്ഥിക്കുകയും കൊടുങ്ങല്ലൂർ അമ്മയോട് നമ്മുടെ നാട്ടിലേക്ക് എത്തി നമുക്കൊരു അനുഗ്രഹം തരണമെന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായി അവർ പോയി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഭാഗമായി നമ്മുടെ കരിപ്പുഴ തോട്ടിൽ അമ്മ എത്തി കടത്ത് കടന്നാണ് ഇക്കരെ എത്തുന്നത് എന്നാണ്. അപ്പോൾ കടത്തുകാരൻ അമ്മയെ, ഒരു പ്രായമായ സ്ത്രീയെ, നമ്മുടെ പ്രദേശത്തേക്ക് കരിപ്പുഴ തോട് വഴി ചെട്ടികുളങ്ങരയിലേക്ക് എത്തിക്കുകയും ആ സമയത്ത് അവിടെ അടുത്ത് ഒരു ഇല്ലമുണ്ടായിരുന്നു. ഇല്ലത്ത് പുരമേഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുക, അതിന് കഞ്ഞി ആണ് ഇന്നത്തെ പ്രധാനമായിട്ട്, കഞ്ഞിയും മുതിരപ്പുഴുക്കും. ആ ഓർമ്മയിലാണ് ഇപ്പോഴും നമ്മുടെ ഇല്ലത്തും മറ്റ് പ്രദേശത്തുമൊക്കെ കഞ്ഞി വഴിപാട്, കുതിരമൂട്ടിൽ കഞ്ഞി, തേരുമൂട്ടി കഞ്ഞിയായി നടന്നു വരുന്നത്. നമ്മുടെ ഇല്ലത്തുള്ള കഞ്ഞി വഴിപാടിൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാ വർഷവും കുംഭമാസത്തിലെ ഭരണിയുടെ തലേ ദിവസം അശ്വതി നാളിലാണ് ഈ വഴിപാട് വൈകുന്നേരം നടക്കുന്നത്. കൈതവടക്ക് കുതിരയുടെ അണിച്ചൊരുക്കുന്ന സേനകൾ കുതിരമൂട്ടിൽ നിന്നും ഘോഷയാത്രയായി നമ്മുടെ ഇല്ലത്തേക്ക് എത്തുകയും അവിടെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള, നമ്മുടെ ഇല്ലത്തിലെ സഹവർത്തികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് തയ്യാറാക്കുന്ന അന്നദാനം, കഞ്ഞി വഴിപാട് എല്ലാവരും ചേർന്ന് സ്വാദിഷ്ടമായി വിളമ്പി കഴിക്കുന്ന ഒരു ഓർമ്മ. അതിന് അസ്ത്രം, മുതിരപ്പുഴുക്ക്, പപ്പടം, കടുമാങ്ങ, പഴം, ഉണ്ണിയപ്പം എന്നീ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ മുത്തശ്ശന്മാരുടെ കാലഘട്ടം മുതൽ തുടങ്ങിയ ഒരു ആചാരമാണ്. അത് ഇന്നും തുടർന്നു വരികയാണ്. ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞാൽ വെറ്റിലയും അടയ്ക്കയുമായി ഇല്ലത്തു നിന്നും ഒരാൾ കൈതവടക്ക് ഹൈന്ദവ കരയോഗത്തിലേക്ക് പോയി ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിച്ച് അവർ ഇല്ലത്തെ പ്രതിനിധിക്കൊപ്പം താന്നി ക്ഷേത്രത്തിലേക്കും ഇല്ലത്തിലേക്കും കുത്തിയോട്ട പാട്ടും പാടി കൂട്ടത്തോടെ വരുന്നതോടുകൂടി മാത്രമേ കഞ്ഞിസദ്യ ആരംഭിക്കുകയുള്ളൂ.
തന്നി തന്നാനാ താനേ തന്തം താനി തന്നാനാ തന്തം താനി തന്നാനാ താനേ തന്തം താനി തന്നാരോ നിയത്താം കോമളമയങ്ങളിൽ കരുതിരു തമനരെ നാനേ തന്നേ നാനേ തന്നനാനാ താനേ താനാനേ താനക ഭഗവാന് കന്യസദ്യ സമർപ്പിച്ചതിന് ശേഷം എല്ലാ മനുഷ്യരും ഒന്നുപോലെ തോളോട് തോൾ ചേർന്ന് കന്യസദ്യയിൽ പങ്കെടുക്കുന്നു. കുതിരകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് ഭക്ഷണത്തിൻ്റെ ഒരു സംവിധാനം കൂടി ആകാം ഈ നമ്മുടെ കഞ്ഞിസദ്യയുമായിട്ടുള്ള ഒരു ബന്ധമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കാരണം നമ്മുടെ കലയിലെ തന്നെ കൈതവടക്കുമുറിയിലെ തന്നെ എണ്ണപ്പെട്ട വീടുകളിലെ ഒരു വീടാണ് താന്നിയിലില്ല. പതിവായിട്ട് എല്ലാ വർഷവും കഞ്ഞി നടത്തിക്കൊണ്ടിരുന്നു. അത് ഈ കുതിരകെട്ടുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ആഹാരം കൂടി ആയിരുന്നു എന്ന് വേണം നാം കരുതേണ്ടത്. താന്നിയിൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഈ ബലിക്കപ്പുരയിൽ ഒരു പ്രത്യേകം തയ്യാറാക്കിയിരുന്ന ഒരു മണ്ഡപത്തിലാണ് ഓണാട്ടുകരയുടെ ഭരദേവതയായ ചിറ്റമംഗര അമ്മയ്ക്ക് കൈതവടക്ക് കരക്കാര് ഒരുക്കുന്ന ആ മനോഹരമായ കുതിരയുടെ പ്രഭട സൂക്ഷിച്ചിരുന്നത് ഈ സങ്കേതത്തിലാണ്. ഇവിടെ അത് ശിവരാത്രി നാളിൽ കുതിരയെ ചട്ടക്കൂട്ടൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു ഘോഷയാത്രയായി ഈ പ്രഭട കുതിരപ്പുരയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാലക്രമേണ രാജഭരണകാലത്ത് ഓടനാടിൻ്റെ പ്രമുഖ കേന്ദ്രമായിരുന്ന ചെട്ടികുളങ്ങര പുണ്യസങ്കേതത്തിൽ ദേവിക്ക് അണിയിച്ചൊരുക്കുന്ന വ്യത്യസ്തങ്ങളായ ആ കുതിര, തേര്, ഭീമൻ, പാഞ്ചാലി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ കലാരൂപങ്ങൾ കുംഭഭരണി നാളിലാണ് ദേവിക്ക് സമർപ്പിച്ചിരുന്നത്. അതിൽ പ്രഥമമായിട്ടുള്ള 4 കരകളിൽ ഒന്നാണ് ഇരേഴ് തെക്ക്, ഇരേഴ് വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നീ 4 കരകൾ. ദേവിയുടെ ശ്രീലകം നിൽക്കുന്നത് പ്രധാനമായും ഈ കൈതവടക്ക് കരയുടെ പ്രഥമമായ ഭാഗത്താണ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും സവിശേഷമായ കാര്യം. അപ്പോൾ അവിടെ ആ ക്ഷേത്ര സങ്കേതത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരയെന്ന നിലയ്ക്ക് കൈതവടക്കിന് ഈ ആഘോഷവേളകളിലൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. കുംഭമാസത്തിലെ അശ്വതി നാളിൽ വൈകിട്ട് തുടങ്ങുന്ന കഞ്ഞിസദ്യ എല്ലാവരുടെയും വയറും മനസ്സും നിറച്ചു മാത്രമേ പോകാനാവുകയുള്ളൂ. കൈതവടക്ക് എല്ലാ വർഷവും നടക്കുന്ന അവസാന കഞ്ഞിസദ്യയും താന്നിയിൽ ഇല്ലത്തു നിന്നാണ്. അടുത്ത ദിവസം കുംഭഭരണി ആഘോഷമാക്കാൻ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ടാണ് താന്നിയിൽ ഇല്ലത്തു നിന്നും എല്ലാവരും യാത്രയാകുന്നത്. Memories, സ്മരണകളെ തീർത്തു സമയ സാക്ഷികളെ